ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് പെർസെൻറ്റേജസിൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മാർക്സ് ഇൻ ആൻ എക്സാമിനേഷൻ. ഓക്കെ, ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ പാസിംഗ് മാർക്സ് ഇൻ ആൻ എക്സാമിനേഷൻ ഇസ് എക്സ് പെർസെൻറ്റേജ്. ഇഫ് എ കാൻഡിഡേറ്റ് സ്കോർസ് എ മാർക്സ് ആൻഡ് ഫെയിൽസ് ബൈ ബി മാർക്സ്, then the maximum marks in the examination is. So maximum marks is equal to a plus b divided by x into 100. ഇതാണ് ഇതിന്റെ ഫോർമുല. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോ നമ്മൾ യൂഷ്വലി എഴുതുന്ന എക്സാമിന്റെ മാക്സിമം മാർക്സ് എന്ന് വന്നിട്ട് 100 ആണെന്ന് വെക്കുക. ഓക്കെ, ഇതില് പാസ് മാർക്ക് എന്ന് പറഞ്ഞു പറഞ്ഞാൽ 40 marks. Okay, which means it is 40%. So doubt ഉണ്ടെങ്കിൽ ലൈക്ക് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. What percentage of 100 is 40? So what percentage എത്രയാണെന്ന് അറിയില്ല. 100 by x by 100 into of 100 is equal to 40. അപ്പോൾ ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ആയാൽ നമുക്ക് കിട്ടുന്നത് 40. ഓക്കെ, സോ 40% മാർക്സ് ആണ് നമുക്ക് പാസ് ആവാൻ വേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇതില് റിസീവ്ഡ് മാർക്സ് ആണെന്ന് വെക്കാം. സോ നമ്മൾ നോക്കുമ്പോൾ 40 മൈനസ് 30 ചെയ്താൽ എന്താണ്? 10 marks. Okay, which means it is failed by 10 marks. Okay, ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. ഫോർമുല വെച്ചിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ the passing mark in an examination is x%. അപ്പോൾ ഇവിടെ എത്രയാണ് പാസിംഗ് മാർക്ക് വന്നിട്ട് 40%. ഓക്കെ, if a candidate scores a marks, അപ്പോൾ എത്രയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്? 30 marks അല്ലേ? സ്കോർ ചെയ്തിരിക്കുന്നത് റിസീവ്ഡ് മാർക്സ് വന്നിട്ട് 30 marks. ഓക്കെ, സോ a മാർക്സിന്റെ അവിടെ it is 30 and fails by b marks. ഇപ്പോൾ എത്ര മാർക്കിലാണ് ഫെയിൽ ആയിരിക്കുന്നത്? 40 minus 30, it is 10. So failed by 10 marks. So failed by b marks 10. Okay, so then the maximum marks in the examination is. അപ്പോൾ ഈ ഫോർമുലയിൽ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എത്രയാണ്? a plus b by x into 100 അല്ലേ? a ന്റെ അവിടെ 30 plus b ന്റെ അവിടെ 10 whole divided by x 40 into 100. Okay, so it is 40 by 40 into 100. So this cancel ആയി, it is 100. So the maximum mark is 100. Okay, okay. ഓക്കെ, നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. സിമിലർ കൈൻഡ് ഓഫ് എ പ്രോബ്ലം. ഇവിടെ എ സ്റ്റുഡൻറ് ഹാസ് ടു സ്കോർ 30%. അപ്പോൾ ഈ 30 എന്ന് പറയുന്നത് എക്സ് ടു ഗെറ്റ് ത്രൂ. ഇഫ് എ കാൻഡിഡേറ്റ് സ്കോർ 30 മാർക്സ്, ഈ 30 മാർക്സ് എന്താണ്? എ. ആൻഡ് ഫെയിൽസ് ബൈ 30 മാർക്സ്, ഇത് ബി. ദെൻ മാക്സിമം മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ഇസ്. എന്താണ് ഫോർമുല? എ പ്ലസ് ബി by x into 100. Okay, so ഇത് a 30 b 30 out of 30 into 100. So it is 60 by
30 into 100. So this 2 times, which is 200 marks. Okay.